ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പുത്തൻ ചാനൽ തുടങ്ങിയെന്നുള്ള അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇന്ന് വരയ്ക്കാൻ പോകുന്നൊരു കൃഷ്ണനെയാണ്. അപ്പം നമുക്ക് വരയ്ക്കാൻ നേരെ ഞാൻ ഫസ്റ്റും ഒരു ബ്ലാക്ക് മഷി പേന എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നേരെ ഒരു ലൈൻ ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ഇന്ന അളവൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും ഞാൻ അതുപോലെ വരച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് താഴെയും കൂടെ ഇങ്ങനെ ഒരു റാവ് ഇങ്ങനെ കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് ഇവിടെ കൊടുക്കാം. മണ്ടഭാഗം ജസ്റ്റ് ഒന്ന് കവറാക്കി കൊടുക്കുക ഇവിടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി താഴോട്ട് നേരെ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ നേരെ കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് താഴോട്ട് ചേർക്കിയിട്ട് ഇവിടെ 2 സെൻറ്റിമീറ്റർ കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ ഫസ്റ്റ് ജസ്റ്റ് പെൻസിൽ കൊണ്ട് ഞാനൊന്ന് ഇവിടെ ഒന്ന് കടുപ്പിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പേനയും കൊണ്ട് ചെയ്യുന്നു. ജസ്റ്റ് അങ്ങനെ 4 ഇതുപോലെ ഞാൻ കൊടുക്കുന്നുണ്ട്. ലൈക്ക് അടിക്കാത്ത ലൈക്കൊക്കെ ഒന്ന് അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ ഞാനൊരു വട്ടം കൊടുത്ത് ഒരു കമ്മൽ പോലെ ഞാൻ കൊടുക്കുന്നുണ്ട്. സോ ഇത്ര നമുക്ക് ജസ്റ്റ് ഒന്ന് പേന കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇതിവിടുന്ന കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇവിടെയും കൂടെ നമ്മുടെ മൈപ്പീലി വരയ്ക്കാൻ വേണ്ടി ഒരു റൗണ്ട് ഫസ്റ്റ് ഞാൻ വരച്ചിട്ട് നമുക്കൊരു ഫില്ലടിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പേനയും കൊണ്ട് ജസ്റ്റ് നന്നായിട്ട് വരച്ചു കൊടുക്കുന്നത് ഈ കളറിൽ നിന്ന് ഇച്ചിരി കടുപ്പം കൊടുക്കണം.
നമ്മുടെ കൃഷ്ണൻ്റെ മൈപ്പീലിയുടെ ഈ ഭാഗത്തും ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മൈപ്പീലിയുടെ അവിടെ കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് വരക്കാനായിട്ട് ഞാൻ ഇവിടെയായിട്ട് ഫസ്റ്റ് ഇതിനൊരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇവിടെ അങ്ങനെ 3 റൗണ്ട് ഞാൻ അതുപോലെ 3 റൗണ്ടിനകത്തും ഞാൻ ബ്ലാക്ക് കളർ ആഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ താഴ്ഭാഗത്തും കൂടെ ഇങ്ങനെ ഒരു വരച്ചിട്ട് അതുപോലെ തന്നെ ഇച്ചിരി കൂടെ താഴോട്ട് ഇറക്കി ഇവിടെയും അതുപോലെ ഒരു വര കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു റൗണ്ട് പോലെ ഇങ്ങനെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഞാൻ കളർ അടിക്കുകയാണ്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് വീണ്ടും ഒരു ഇത്രയും കൊണ്ട് ഒരു റൗണ്ടിലൊരു സ്റ്റേജിലേക്ക് അവിടെ ഇനി വര ഇട്ട് കൊടുക്കാം. അതേപോലെ ഇനി ഇവിടെ ഒരു വര ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുകയാണ്. നമുക്ക് അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വര കൊടുക്കാം. അടിഭാഗത്തായിട്ട് വീണ്ടും ഒരു റൗണ്ട് പോലെ നമുക്ക് വരച്ചു കൊടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഈ റൗണ്ട് ഇവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വേഗം ഈ റൗണ്ട് വരച്ചു കൊടുക്കാം. ലിബ് മാത്രം കൊടുക്കുന്നു. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞു. ഫൈനലി ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ.